നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് നിങ്ങൾക്കൊരാളെ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞില്ല. ആ വ്യക്തി നിങ്ങളോട് ഇഷ്ടമുണ്ടെന്ന് പറയണം. ആ വ്യക്തി നിങ്ങളെ നന്നായി സ്നേഹിക്കണം. ആ വ്യക്തി നിങ്ങളെ നന്നായി ടേക്ക് കെയർ ചെയ്യണം. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്യരുത്. ഓക്കെ, യാചിക്കരുത്. സ്നേഹത്തിന് വേണ്ടി ഒരിക്കലും യാചിക്കരുത്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോൾ മുതലാണോ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത്, സ്വയം നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും അതുപോലെ തന്നെ കൺസിഡർ ചെയ്യുകയും തുടങ്ങുന്നത്, അപ്പോൾ മുതൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹമാകുന്ന ഒരു കാന്തമായി മാറും. നിങ്ങൾ സ്നേഹമാകുന്ന ഒരു കാന്തമായി മാറിയാൽ സ്നേഹം നിങ്ങളെ തേടി വന്നോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. നിങ്ങൾ ആരെയും തേടി പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴാണോ സ്നേഹമാകുന്ന ഒരു കാന്തമായി മാറുന്നത്, നിങ്ങൾ എപ്പോഴാണ് സെൽഫ് ലവ് പ്രാക്ടീസ് തുടങ്ങുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായത്, നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരും. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹബന്ധം, പാർട്ട്ണർ, പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, നിങ്ങളിലേക്ക് എത്തിയിരിക്കും. അപ്പോൾ ഈ ഒരു രഹസ്യം ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുക. മാറ്റം ഉണ്ടാവും. ഗോഡ് ബ്ലെസ് യു.